ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ചെറിയൊരു ഫംഗ്ഷനോ പാർട്ടിയോ ഒക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ലൊരു ഷേക്ക് ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നാണ് ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ നോക്കുന്നത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നമ്മുടെ ഈ ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1/2 ലിറ്റർ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ 500 ml പാലിന് 500 ml വെള്ളവും ഞാൻ ചേർക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വീട്ടിലത്തേക്കാണ് തയ്യാറാക്കുന്നത്, അതിൻ്റെ പേരിലാണ് 500 ml വെള്ളം ചേർത്തത്. പക്ഷേ നമ്മൾ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 500 ml പാലിന് 1 ലിറ്റർ വെള്ളം വരെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഈ പാല് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. നമുക്ക് ഈ ഷേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പാലിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നല്ലതുപോലെ വെച്ചാൽ ഒരുപാട് ചൂടായിട്ടില്ല, ഒരു മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി മാത്രമേ ചൂടായിട്ടുള്ളൂ. ഈ ടൈമിൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് കസ്റ്റർഡ് പൗഡർ. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം പാൽ കൂടി മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ ഇതിലേക്ക് കസ്റ്റർഡ് പൗഡർ ചേർക്കുമ്പോഴത്തേക്കും ഈ പാലിന് നല്ലൊരു കട്ടി ഉണ്ടാവും. ഒരുപാട് ചേർക്കരുതെങ്കിൽ പിന്നെ നല്ലതുപോലെ കട്ടിയായിട്ട് പോകും. നമുക്ക് ഈ ഷേക്കിന് എത്രത്തോളം കട്ടി വേണോ അതിനനുസരിച്ചിട്ട് മാത്രം ചേർത്താൽ മതിയാവും. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള മധുരമാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ പാലിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ്, ഇത്രയും തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചുകൂടി തിക്കായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റർഡ് പൗഡറിൻ്റെ അളവ് കൂട്ടാം. അതല്ല, എങ്ങാനും നിങ്ങൾ ചേർക്കുന്ന കസ്റ്റർഡ് പൗഡറിൻ്റെ അളവ് കൂടി പോയി നല്ലതുപോലെ തിക്കാവേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കുറച്ച് വെള്ളം ചേർക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർക്കുകയോ ചെയ്യണം. അപ്പോഴത്തേക്ക് അത് വീണ്ടും പഴയതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. ഇത് ഇത്രയും മതിയാവും. ഇനി നമ്മളിത് ചെയ്യേണ്ടത്, ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. എന്നാൽ ശരി, ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. വാനില ഫ്ലേവറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചില കസ്റ്റർഡ് പൗഡറിൽ കുറച്ചധികം ഇട്ടാൽ മാത്രമേ ഈ ഒരു തിക്നെസ് കിട്ടത്തുള്ളൂ. അങ്ങനെ എങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചധികം കസ്റ്റർഡ് പൗഡർ ചേർത്താൽ മതിയാവും, വേറെ പ്രശ്നമൊന്നുമില്ല. ചിലതിൽ കുറച്ച് അല്പം ചേർത്താലും മതിയാവും, ഇത്രയും തിക്കായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുന്തിരിയുടെ ക്രഷാണ്, ഗ്രേപ്പ് ക്രഷാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സിറപ്പ് എടുത്താലും മതിയാവും. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്ക് എത്രത്തോളം ഫ്ലേവറും കളറും വേണോ അതിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര കളറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ക്രഷ് ചേർക്കാനായിട്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് മാംഗോ ഫ്ലേവറിലെ ക്രഷാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാംഗോയുടെ സിറപ്പോ മാംഗോയുടെ ക്രഷോ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡർ ആയതിൻ്റെ പേരിലാണ്. എൻ്റെ കയ്യിൽ അതില്ലാത്തതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഗ്രേപ്പ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ക്രഷ് ആയാലും ഏത് സിറപ്പായാലും മതിയാവും, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ അതേ അളവിൽ കുറച്ച് ക്രഷ് കൂടി ചേർക്കുകയാണ്. നമ്മളിനി ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ വീണ്ടും ഇത് കുറച്ചുകൂടി ലൂസായിട്ട് വരും. അപ്പോൾ ഇത്രയും തിക്കൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട. ഇപ്പോൾ ക്രഷൊക്കെ ചേർക്കുമ്പോൾ ഇത്രയും തിക്കായിട്ട് കിട്ടുന്നതാണ്. ഐസ് ക്യൂബ്സ് ഇടുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചുകൂടി തിക്നെസ് കുറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഒരല്പം ആപ്പിൾ കൂടിയാണ്. അപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കുറച്ച് റിച്ച് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരല്പം ആപ്പിൾ കൂടി ചേർക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിത് കിട്ടുമ്പോഴത്തേക്കും. അപ്പോൾ വലിയ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരല്പം ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ മാത്രമേ ആപ്പിൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് വളരെ കുറച്ച് നട്ട്സ് കൂടിയാണ്. അപ്പോൾ ഈ നട്ട്സ് നമുക്ക് ചേർത്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനിത് വീട്ടിലത്തേക്ക് തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ തന്നെ കുറച്ച് നട്ട്സ് ചേർക്കുകയാണ്, അത്രയേ ഉള്ളൂ.
നല്ലൊരു തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർക്കാം. കഴിഞ്ഞു, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമല്ല തയ്യാറാക്കാൻ പറ്റുന്നത്, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും തയ്യാറാക്കി കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്രഷ് ആയിട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ കയ്യിലിപ്പം ഗ്രേപ്പ് ഉള്ളതിൻ്റെ പേരിലാണ് ഞാനത് ചേർത്തത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് തന്നെ ചേർത്താൽ മതിയാവും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.